Assalamu alaikum warahmatullahi wabarakatuh. You are most welcome back to Youth and Work channel. സഹൃദയരെ, എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ ലോകർക്ക് ഇത്രയധികം പ്രിയപ്പെട്ടതായി? ലോകത്തെ ആബാലവൃദ്ധം ജനങ്ങൾ മാത്രമല്ല എല്ലാവരും തന്നെ ഇംഗ്ലീഷിനെ ഒരു പ്രത്യേകമായ കണ്ണുകൊണ്ടാണ്, പ്രത്യേകമായ സ്നേഹത്തോടുകൂടെയാണ്, പ്രത്യേകമായ ബഹുമാനവും സ്റ്റാറ്റസുമാണ് ഇംഗ്ലീഷ് ഭാഷകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ലെങ്കിലും തൻ്റെ മക്കൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടായിട്ടുള്ളത്. തുടർന്നുള്ള ആഴ്ചകളിൽ യൂത്ത് ആൻഡ് വർത്ത് യൂട്യൂബ് ചാനലിൽ ആംഗ്ലോ ഫ്ലുവൻസി എന്ന പേരിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സീരീസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സപ്പോർട്ടിംഗ് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം വളരെ ഷോർട്ടായിട്ട് 10 കാരണങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്, ഒരു ലോക ഭാഷയാണ് എന്നുള്ളതാണ്. അഥവാ 1.5 ബില്യൺ ആളുകളാണ് ആ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതും സംസാരിക്കുന്നതും. മാത്രമല്ല, ഓഫീസുകളിൽ ഔദ്യോഗികമായിട്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും രേഖകൾ കൂടുതലും ഉപയോഗിക്കുന്നതൊക്കെ ഇംഗ്ലീഷ് ഭാഷയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷ ഇമ്പോർട്ടൻ്റ് ആവാൻ പറയുന്ന രണ്ടാമത്തെ കാരണം ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മീഡിയ എന്നാണ്. അഥവാ വാർത്താ മാധ്യമങ്ങളുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. വെബ്സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷുകളാണ് കൂടുതലുള്ളത്. ഇന്റർനെറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബുക്സുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, TV ആയാലും റേഡിയോ ആയാലും അതുപോലെ മറ്റുള്ള മീഡിയകളൊക്കെ ഇംഗ്ലീഷാണ് കൂടുതലും ലോകതലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ് എന്നാണ്. ഇന്റർനെറ്റിന്റെ ഭാഷ ഇംഗ്ലീഷാണ് എന്നുള്ളതാണ്. ലോകതലങ്ങളിൽ മറ്റു പല ഭാഷകളൊക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഇന്റർനെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ജനങ്ങൾ ചാറ്റ് ചെയ്യാനും ടൈപ്പ് ചെയ്യാനും അതുപോലെ ഇമെയിൽ അയക്കാനും വാട്സപ്പിനും ഇൻസ്റ്റാഗ്രാമിനും ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ ഏറ്റവും അധികം ലോകത്ത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇംഗ്ലീഷ് സോ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള നാലാമത്തെ കാര്യം പറയുന്നത് ഇംഗ്ലീഷ് ഹെൽപ്സ് ടു സ്റ്റഡി ഓൾ ഓവർ ദ വേൾഡ് എന്നാണ്. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഏത് ഭാഷക്കാരനാണെങ്കിലും അവന് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ അവനക്ക് പഠിക്കാൻ അവിടെ സ്ഥാനമുണ്ട്, പഠിക്കാൻ അവിടെ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡികൾ അതുപോലെ റിസർച്ചുകൾ എല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇംഗ്ലീഷ് സോ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത് ഇംഗ്ലീഷ് ഓപ്പൺസ് ന്യൂ കരിയർ ഓപ്പർച്യൂണിറ്റി എന്നാണ്. അഥവാ പുതിയ ജീവിത മാർഗങ്ങൾ ഇംഗ്ലീഷ് തുറന്നു തരുന്നു എന്നുള്ളതാണ്. വേൾഡിലുള്ള പല കമ്പനികളും അവരുടെ വ്യവസായങ്ങളും മറ്റും പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഇംഗ്ലീഷ് അറിയുന്നവരെയാണ് പ്രത്യേകമായിട്ട് നിയമിക്കപ്പെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സ്റ്റാറ്റസും കൂടുതൽ മണിയും ലഭിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് സോ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള ആറാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. അഥവാ അന്തർദേശീയ വ്യവസായത്തിന്, വ്യാപാരത്തിന് ഈ ഇംഗ്ലീഷ് കാരണമാകും. ലോകത്തിൻ്റെ ബിസിനസ്സിലെ എല്ലാ ഹെഡ് ക്വാർട്ടേഴ്സുകളും കൈകാര്യം ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷാണ്. മാത്രവുമല്ല, അവിടെയുള്ള ജോലിക്കാരും ഏറ്റവും വലിയ പ്രൊഫഷണൽസുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. വലിയ വലിയ കമ്പനികളൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പ്രത്യേകമായിട്ട് പ്രൊഫഷണലുകളെ തിരഞ്ഞെടുക്കുകയും അതുപോലെ അവർ മുഖേന അവരുടെ വ്യാപാരങ്ങൾ ലോകതലങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഏഴാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് എന്നുള്ളത്. അഥവാ സയൻസിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഫാർമസിസ്റ്റ് അതുപോലെ പ്രൊഫഷണൽസ് ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഇവരൊക്കെ പഠിച്ചു വരുന്നത് ഇംഗ്ലീഷ് ഭാഷകളിലൂടെയാണ്. കൂടാതെ അവരുടെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ, മറ്റുള്ള റിസർച്ചുകൾ എല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷകളിലൂടെയാണ് വിരചിതമായിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗണിക്കാനുള്ള എട്ടാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് ഹെൽപ്സ് യു ടു മീറ്റ് ന്യൂ പീപ്പിൾ. പുതിയ ആളുകളെ ലോകതലങ്ങളിൽ ബന്ധിപ്പിക്കാൻ ഇംഗ്ലീഷ് ഏറ്റവും സഹായിക്കുന്നു എന്നുള്ളത്. ലോകത്തെ 53 രാഷ്ട്രങ്ങളിൽ ഔദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുകയും മറ്റ് രാഷ്ട്രങ്ങളിൽ അനൗദ്യോഗികമായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസരമുണ്ടാകുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ഭാഷ സോ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള 9ാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് മേക്സ് യു
സ്മാർട്ടർ എന്നുള്ളത്. നിങ്ങളെ ഇംഗ്ലീഷ് അത് ഏറ്റവും സ്മാർട്ടാക്കി തീർക്കുന്നു, ഏറ്റവും നല്ല എനർജറ്റിക് ആക്കി തീർക്കുന്നു ഇംഗ്ലീഷ് ഭാഷ. ബൈലിംഗൽ ആകുന്നതോട് അഥവാ 2 ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതോടുകൂടെ നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോൺസുകൾ പുതിയ പുതിയ ന്യൂറോൺസുകളും കണക്ഷനുകളും ഉണ്ടാവുകയും അത് തലച്ചോറിനെ ഏറ്റവും ഹെൽത്തിയും അതുപോലെ ആക്റ്റീവ് ആക്കി തീർക്കുകയും അത് കൂടുതൽ ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും ഒക്കെ കാരണമായി തീരുമെന്നുള്ള ധാരാളം പഠനങ്ങൾ ഇത് നടത്തിയ റിസർച്ചുകൾ പറയുന്നു. ഇംഗ്ലീഷ് ഭാഷ സോ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള 10ാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് ഈസ് ഈസി ടു ലേൺ ആൻഡ് ടോക്ക്. ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ സംസാരിക്കാനും എളുപ്പമുള്ള ഭാഷയാണ്. മറ്റു ഭാഷകളിൽ വളരെ എളുപ്പം പഠിക്കാവുന്ന ഭാഷയാണ് എന്നാണ് ലിംഗ്വിസ്റ്റിക് പറയുന്നത്. കൂടാതെ അതിൻ്റെ വൊക്കാബുലറികൾ, ധാരാളം വൊക്കാബുലറികളും ഒരു കാര്യം തന്നെ വ്യത്യസ്തമായ രൂപത്തിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതും എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഷയായിട്ടാണ് ലോക ലിംഗ്വിസ്റ്റിക് അതിനെ കാണുന്നത്. ഈ 10 പോയിന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അടുത്ത ആഴ്ച ഇംഗ്ലീഷ് സംബന്ധമായിട്ടൊരു പുതിയ വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.